നമസ്കാരം. സംസ്ഥാനത്തെ വൻ വിവാദമായി മാറിയ PSC ക്രമക്കേട് കേസിൽ എടുത്തുചാടി കേസെടുക്കേണ്ടതില്ലെന്ന് ക്രൈംബ്രാഞ്ച് തീരുമാനം. തിടുക്കപ്പെട്ടുള്ള FIR രജിസ്ട്രേഷന് പകരം പഴുതടച്ചുള്ള പ്രാഥമിക അന്വേഷണത്തിന് ശേഷമായിരിക്കും കേസെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുക. അന്വേഷണത്തിന്റെ ആദ്യപടിയായി സംഭവവുമായി ബന്ധപ്പെട്ട നിർണായക ഫയലുകൾ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് PSCക്ക് ഉടൻ ഔദ്യോഗികമായി കത്ത് നൽകും. എന്നാൽ ഭരണഘടനാ സ്ഥാപനമായ PSC കോടതി അനുമതിയില്ലാതെ ഫയലുകൾ കൈമാറാൻ സാധ്യത കുറവാണെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഫയലുകൾ വിട്ടു നൽകാൻ PSC തയ്യാറായില്ലെങ്കിൽ അന്വേഷണ സംഘവും PSCയും തമ്മിൽ കോടതിയിൽ വലിയ നിയമയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. രേഖകൾ ലഭിക്കാതെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കാനോ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുവാനോ ക്രൈംബ്രാഞ്ചിന് കഴിയില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന വെല്ലുവിളി. IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് PSC ക്രമക്കേട് കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു SP-യും ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസും ഉൾപ്പെടുന്ന ഉന്നതതല സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ നിയമന തട്ടിപ്പ് വിവാദം കത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് വിഷയം മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് എത്തുന്നതും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാൻ മന്ത്രിസഭ തീരുമാനിക്കുന്നതും. പൊതുജനമധ്യത്തിലും ഉദ്യോഗാർത്ഥികൾക്കിടയിലും കടുത്ത അമർഷമുയർന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. തുടക്കത്തിൽ വിഷയം വിജിലൻസ് അന്വേഷിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നെങ്കിലും അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്തുന്നതിന് മുൻകൂർ അനുമതി വാങ്ങണമെന്ന് നിയമവകുപ്പ് ഉപദേശം നൽകുകയായിരുന്നു. ഇതോടെ വിജിലൻസ് അന്വേഷണത്തിന് സാങ്കേതിക തടസ്സവാദങ്ങൾ ഉയർന്നു. എന്നാൽ പരീക്ഷാ നടത്തിപ്പിലെയും നിയമനങ്ങളിലെയും ക്രമക്കേടുകൾ അന്വേഷിക്കാൻ മുൻകൂർ അനുമതിയുടെ ആവശ്യമില്ല എന്നായിരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം. ഈ അനുകൂല നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വിജിലൻസ് അന്വേഷണത്തിന് നേരിട്ട സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കിയാണ് കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിയതെങ്കിലും PSCയുടെ പക്കൽ നിന്നും ആഭ്യന്തര ഫയലുകളും പരീക്ഷാ രേഖകളും ശേഖരിക്കുക എന്നത് ക്രൈംബ്രാഞ്ചിന് വലിയ കടമ്പയായിരിക്കും. ഭരണഘടനാപരമായ പ്രത്യേക പദവിയുള്ള സ്ഥാപനമായതിനാൽ കോടതിയുടെ വ്യക്തമായ നിർദ്ദേശമോ അനുമതിയോ ഇല്ലാതെ ആഭ്യന്തര അന്വേഷണ ഫയലുകൾ കൈമാറാൻ PSC ഭരണസമിതിക്ക് കഴിയില്ലെന്നാണ് സൂചന. ഇത് അന്വേഷണം നീണ്ടുകൊണ്ടുപോകാൻ ഇടയായേക്കും. മജിസ്ട്രേറ്റ് കോടതി വഴിയോ ഹൈക്കോടതി വഴിയോ സെർച്ച് വാറന്റോ പ്രത്യേക ഉത്തരവോ സമ്പാദിച്ച ശേഷം മാത്രം ഫയലുകൾ പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് ക്രൈംബ്രാഞ്ചിന് നീങ്ങേണ്ടി വരും. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന നിയമപരമായ നീക്കങ്ങൾ കേസിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. ചുരുക്കത്തിൽ രാഷ്ട്രീയമായും ഭരണപരമായും വലിയ കൊടുങ്കാറ്റുയർത്തിയ PSC ക്രമക്കേട് വരും ദിവസങ്ങളിൽ കടുത്ത നിയമയുദ്ധങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വിജിലൻസ് അന്വേഷണത്തിന് മുന്നിൽ ഉയർന്ന സാങ്കേതിക തടസ്സങ്ങൾ മറികടക്കാൻ സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ലെന്ന് വ്യക്തം. ഭരണഘടനാപരമായ പ്രത്യേക പദവിയിലുള്ള PSCയിൽ നിന്നും നിർണായക രേഖകൾ കൈക്കലാക്കുക എന്നത് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന് മുന്നിലെ ഏറ്റവും വലിയ അഗ്നിപരീക്ഷയായിരിക്കും. കോടതികളുടെ ഇടപെടലിലൂടെ മാത്രമേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത നീക്കങ്ങളും PSCയുടെ പ്രതിരോധവും ഈ കേസിന്റെ ഭാവി എന്താകുമെന്ന് വരും ദിവസങ്ങളിൽ നിശ്ചയിക്കും.